ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഫെസൂസ് കിച്ചൺ. ഞാനിന്ന് വന്നിട്ടുള്ളത് ചിക്കൻ കിഴി ബിരിയാണിയുമായിട്ടാണ്. വളരെ സിമ്പിളാണ് റെഡിയാക്കിയെടുക്കാൻ, അതുപോലെ തന്നെ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ആദ്യം നമുക്കിതിലേക്കുള്ള ചിക്കൻ ഒന്ന് മാരിനേഷൻ ചെയ്തെടുക്കാം. അതിനായി 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ 1 ടീസ്പൂൺ നാരങ്ങാ നീര് കൂടി ചേർത്തിട്ട് നമുക്കിതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരല്പം വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഇതൊരു പേസ്റ്റാക്കി എടുക്കണം. ഇത് മിക്സ് ചെയ്ത ശേഷം നമുക്കിതിൽ ഉപ്പൊക്കെ ഒന്ന് നോക്കാം. വേണമെങ്കിൽ വീണ്ടും ഇട്ട് കൊടുത്താൽ മതി. ഇനി നമുക്കിതിലോട്ട് ചിക്കൻ ഇട്ട് കൊടുക്കാം. 1/2 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. കുറച്ച് വലിയ പീസുകളാക്കി കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഈ ചിക്കനിൽ ഈ മസാല നന്നായി അങ്ങ് തേച്ച് പിടിപ്പിക്കാം. ഇങ്ങനെ മസാലയൊക്കെ മിക്സ് ചെയ്തിട്ട് ഒരു 2 മണിക്കൂറെങ്കിലും വെക്കണം. അപ്പോഴാണ് ആ മസാലയൊക്കെ ഈ ചിക്കനിൽ നന്നായിട്ട് പിടിക്കുള്ളൂ. അപ്പോൾ നമുക്കിത് അടച്ചു വെച്ചിട്ട് 2 മണിക്കൂർ മാറ്റി വെക്കാം. ഇനി നമുക്ക് ബിരിയാണിയിലേക്കുള്ള റൈസ് റെഡിയാക്കി എടുക്കണം. അപ്പോൾ പാനിലേക്കൊരു 4 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കാം. നെയ്യ് വേണ്ട എന്നുള്ളവർക്ക് ഓയിലും ചേർക്കാം, അല്ലെങ്കിൽ ഇത് രണ്ടും പകുതിയായിട്ടും ചേർത്ത് കൊടുത്താൽ മതി. ഇതൊന്ന് ചൂടായി വരുമ്പോൾ സ്പൈസസ് ചേർക്കാം. ഞാനിപ്പോൾ ഒരു 6 ഏലക്ക, ഒരു 8 ഗ്രാമ്പു, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, ഒരു ബേ ലീഫ്, 2 പീസ് കറുവപ്പട്ട, പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക്, ഒരു 10-12 പീസ്. ഇത് നമുക്ക് ഈ നെയ്യിലൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് 4 കപ്പ് വെള്ളം ഒഴിക്കാം. 2 കപ്പ് അരിയാണ് എടുക്കുന്നത്, അതിലേക്ക് 4 കപ്പ് വെള്ളം ഒഴിക്കാം. 250 ml കപ്പിൽ 4 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. ഇനി ഒരു 2 ടേബിൾ സ്പൂണോളം ക്യാരറ്റ് കട്ട് ചെയ്തത്. ഇനി നമുക്കിത് അടച്ചു വെച്ചൊന്ന് തിളപ്പിച്ചെടുക്കണം. വെള്ളം നന്നായി തിളച്ച് വരുമ്പോൾ നമുക്കിതിലേക്കുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പൊക്കെ വെള്ളത്തിൽ ഒരല്പം കൂടുതൽ വേണം, എന്നാലാണ് റൈസിൽ ഉപ്പുണ്ടാവുള്ളൂ. ഇനി നമുക്കിതിലേക്ക് റൈസ് ഇട്ട് കൊടുക്കാം. 2 കപ്പ് ജീരകശാല റൈസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതൊരു 1/2 മണിക്കൂർ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വെള്ളമൊക്കെ കളഞ്ഞെടുത്തിട്ടുള്ളതാണ്. ഇനി ഇത് അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു 5 മിനിറ്റൊക്കെ ആയപ്പോൾ ഇതിലെ വെള്ളമൊക്കെ ഏകദേശം വറ്റി ആ റൈസൊക്കെ ഒന്ന് വെന്ത് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ റോസ് വാട്ടറിലേക്ക് ഞാനൊരല്പം പൈനാപ്പിൾ എസൻസ് കൂടി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ചേർക്കാം. അപ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും. ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. നമുക്കിത് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ വീണ്ടും ഈ റൈസിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്നത് വരെ വേവിക്കാം. അപ്പോൾ നമ്മുടെ റൈസൊക്കെ വെള്ളമൊക്കെ വറ്റി അടിപൊളിയായി കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബിരിയാണിയിലേക്കുള്ള റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമുക്ക് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ചിക്കൻ ഇപ്പോൾ 2 മണിക്കൂർ മാരിനേഷൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. 2 മണിക്കൂറൊക്കെ വെക്കാൻ പറ്റിയില്ലെങ്കിൽ 1 മണിക്കൂറെങ്കിലും നമുക്ക് ചിക്കനൊന്ന് മാരിനേഷൻ ചെയ്ത് വെക്കാൻ ശ്രദ്ധിക്കണം. എന്നാലാണ് ആ ചിക്കനിലെ മസാലയൊക്കെ നന്നായിട്ടൊന്ന് പിടിക്കുള്ളൂ. ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. പിന്നെ ഒരുപാടങ്ങ് ഫ്രൈ ആക്കി എടുക്കൊന്നും വേണ്ട. നമ്മളിത് മസാലയിലും കുറച്ച് ടൈം വേവിച്ചെടുക്കും. ഇപ്പം നമ്മുടെ ചിക്കനൊക്കെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഈ ചിക്കന് മാറ്റി വെച്ച് നമുക്കിതിലേക്കുള്ള മസാല റെഡിയാക്കാം. അപ്പോൾ ഈ ഓയിലിൽ നിന്ന് ഒരു 3 ടേബിൾ സ്പൂണോളം ഓയിൽ എടുത്തിട്ടാണ് മസാല റെഡിയാക്കുന്നത്. അപ്പോൾ നമുക്കിതിലേക്ക് ഒരു വലിയ സൈസ് വലിയുള്ളി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉള്ളി പെട്ടെന്ന് വഴണ്ടി കിട്ടും. ഇനി ഈ ഉള്ളി പെട്ടെന്ന് വഴണ്ടി കിട്ടാനായിട്ട് നമുക്കിത് അടച്ച് വെച്ചൊന്ന് വേവിക്കാം. അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ നന്നായി വഴണ്ടി വന്നിട്ടുണ്ട്. ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ
ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ ഒരു 3 പച്ചമുളക് കൂടി പേസ്റ്റാക്കി എടുത്തിട്ടുള്ളതാണ്, അത് ചേർക്കാം. പച്ചമുളകൊക്കെ നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഒരു വലിയ സൈസ് തക്കാളി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഇത് അടച്ചു വെച്ചിട്ട് ഈ തക്കാളിയൊക്കെ നന്നായി ഒന്ന് വെന്ത് വരട്ടെ. അപ്പോൾ അതേ നമ്മുടെ തക്കാളിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ചേർക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ചിക്കൻ മസാല, 1/2 ടീസ്പൂൺ ഗരം മസാല. ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഈ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് തൈരാണ് ചേർക്കേണ്ടത്. അപ്പോൾ 2 ടേബിൾ സ്പൂൺ തൈര് ചേർക്കുന്നുണ്ട്. ഈ തൈര് ഇനി ഒട്ടും കട്ടയില്ലാതെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കാം. ഈ ചിക്കൻ ഈ മസാലയിൽ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്കിത് അടച്ചു വെച്ച് ഒരു 5 മിനിറ്റോളം ലോ ഫ്ലെയിമിലൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ചിക്കനിൽ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ച് കിട്ടും. അപ്പോൾ അതേ നമ്മുടെ മസാലയൊക്കെ അടിപൊളിയായി റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി അവസാനം നമുക്കൊരല്പം മല്ലിയില ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂണോളം മല്ലിയില, അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂണോളം പുതിനയില കൂടി ഇട്ടിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ്റെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതങ്ങ് മാറ്റി വെക്കാം. ഇനി നമുക്കൊരു വാഴയില വാട്ടിയെടുക്കണം. നമ്മൾ വാഴയിലയിലാണല്ലോ കീ ബിരിയാണി റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ കഴുകി എടുത്ത ശേഷം നമുക്കിതുപോലെ ഒന്ന് വാട്ടിയെടുക്കാം. എല്ലാ ഭാഗവും ഒരുപോലെ അങ്ങ് വാട്ടിയെടുക്കാം. അപ്പോൾ നമ്മൾ കീ ആക്കുന്ന സമയത്ത് പൊട്ടാതെ കിട്ടും. അപ്പോൾ വാഴയിലൊക്കെ നമ്മളിതുപോലെ വാട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് കീ ആക്കാനുള്ള എളുപ്പത്തിന് വേണ്ടി നമുക്കൊരു ബൗളെടുത്ത് അതിലേക്ക് ഈ വാഴയില ഒന്ന് ഇറക്കി വെക്കാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് കീ ആക്കി എടുക്കാൻ പറ്റും. ഇതിലോട്ട് നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാം. ആദ്യം കുറച്ച് റൈസ് ഇട്ട് കൊടുക്കണം. പിന്നെ കുറച്ച് ചിക്കൻ്റെ മസാല, വീണ്ടും നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാം. നമ്മൾ എടുത്തിട്ടുള്ള വാഴയിലയുടെ സൈസിനനുസരിച്ച് ഇതിൻ്റെ അളവിലും വ്യത്യാസങ്ങളൊക്കെ വരുത്തണം, അല്ലെങ്കിൽ ഇത് കീയാക്കി എടുക്കാൻ ബുദ്ധിമുട്ടാകും. ഇനി ഒരു കോഴിമുട്ട കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നല്ലൊരു കളറിന് വേണ്ടി ഞാൻ കുറച്ച് പാലിൽ യെല്ലോ ഫുഡ് കളർ ചേർത്ത് വെച്ചിട്ടുണ്ട്. അത് ഇതിന് മുകളിലായിട്ട് കുറച്ച് ചേർക്കാം. അല്ലെങ്കിൽ പാലിൽ സാഫ്രോൺ ഇട്ടിട്ടും ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതൊന്നും ഇല്ലെങ്കിലും കളറുണ്ടാകും. നെയ്യിൽ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളി, അതുപോലെ അണ്ടിപ്പരിപ്പ്, ഉണക്കമുന്തിരി ഇതെല്ലാം ഇട്ട് കൊടുക്കാം. ഒരു പിഞ്ച് ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരു 1/2 ടീസ്പൂണോളം മല്ലിയിലയും പുതിനയിലയും ഇട്ട് കൊടുക്കാം. ഇനി ഇത് കീ ആക്കി എടുക്കാം. ഞാനിത് കെട്ടാനായിട്ട് കോട്ടൻ്റെ ക്ലോത്താണ് എടുക്കുന്നത്. അപ്പോൾ വായനാരൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് കെട്ടിക്കൊടുത്താൽ മതി. എൻ്റെ അടുത്ത് ഇപ്പോൾ വായനാരൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇതുപോലെ കോട്ടൻ്റെ ഒരു ക്ലോത്ത് വെച്ചിട്ട് കെട്ടിക്കൊടുക്കുന്നത്. ഇതുപോലത്തെ ഒരു 3 കീ ബിരിയാണിയാണ് ഞാൻ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഇനി ഇതൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം. അതിനായി കുറച്ച് വെള്ളം തിളപ്പിച്ച് അതിന് മുകളിലായിട്ട് സ്റ്റീം ചെയ്യാനായിട്ടുള്ളൊരു പാത്രം വെച്ച് കൊടുക്കാം. സ്റ്റീമർ ഉണ്ടെങ്കിൽ അതിൽ ചെയ്താൽ മതി. ഇനി നമുക്കിത് അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം. ഇപ്പോൾ ഒരു 5 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. നമ്മുടെ കീ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൽ നിന്ന് എടുത്ത് മാറ്റാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കീ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതൊന്ന് തുറന്ന് നോക്കാം.
തുറക്കുമ്പോഴേ നല്ല സ്മെല്ലൊക്കെയാണ്. അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കീ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളി ടേസ്റ്റാണ്. ആ മസാലയൊക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് കഴിക്കുകയാണെങ്കിൽ അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത ശേഷം അഭിപ്രായങ്ങൾ പറയാൻ മറക്കരുത്. അപ്പം ഞാനിതൊന്ന് കഴിക്കട്ടെ. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടുകൂടെ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന ന്യൂ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്